യൂസ് ഈ വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ടിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം മിക്കവാറും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഓക്കെ, ആരും കുറ്റം പറയുന്നില്ല. ഞാൻ ഈ ഒരു സംഗതി, ഈ ഒരു ശബ്ദത്തിന്റെ ഈ ഷാഫ്റ്റിന്റെ പ്ലേ കാണിച്ചിട്ട് ഇത് പ്രശ്നമാണെന്ന് പറയുന്നത് ഉണ്ടല്ലേ. ഈ ഒരു ഐഡിൽ ഗിയറിന്റെ പ്ലേ കാണിച്ചിട്ട് ഇത് പ്രശ്നമാണ്, ഇത് ശബ്ദമാണ്, ഇത് ബുഷ് അടിക്കാന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ട, ഇത് ചെറിയൊരു പ്ലേ ഇതിനുണ്ടാവും. ഇത് സ്റ്റോക്ക് ബുഷാണ്. ഇതിന്റെ മുകളിൽ ഇതിലൊരു വർക്കിംഗ് കാര്യങ്ങളൊന്നും നടക്കാത്ത സ്റ്റോക്ക് ബുഷ്, സ്റ്റാൻഡേർഡിന്റെ സെൽഫ് ചെയ്യുന്ന ഒരു വണ്ടിയുടെ ബുഷാണ്. ഒരു തേയ്മാനം വരാത്തൊരു ബുഷിന്റെ പ്ലേ ആണ് കാണുന്നത് കേട്ടോ. കണ്ടോ, നോക്കുക. നോക്കുക, ഉണ്ടല്ലേ. അപ്പൊ അതേമാതിരി സ്പ്രാഗിന്റെ ചെറിയ ഒരു ക്ലിയറൻസ് പ്ലേ ഉണ്ടാവും കേട്ടോ. സ്പ്രാഗിന്റെ ഈ ഒരു വീല് ചെറിയൊരു ക്ലിയറൻസ്, ചെറിയ പ്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. അല്ലാതെ ഈ പ്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധനം സ്പ്രേ കഴിച്ചിട്ട് ബെയറിംഗ് നോക്കേണ്ടി വരും. ബെയറിംഗ് ലൂസ്, ബെയറിംഗ് കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. അതല്ല, ഈ ഒരു ഷാഫ്റ്റിന്റെ പേര് പറഞ്ഞ് എഞ്ചിനൊക്കെ അയച്ച് ബുഷ് അടിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷാഫ്റ്റിന്റെ പ്ലേ വല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചിട്ടോ. അതൊരു ആവശ്യമില്ല, അതിന് എഞ്ചിൻ അയക്കണം, വലിയ എക്സ്പെൻസ് വരുന്ന വിഷയമാണ്. അപ്പോൾ ചെറിയ പ്ലേ ഒക്കെ ഇതിനുണ്ടാവും. അതായത് ഒരു സ്റ്റോക്ക് വണ്ടിയുടെ, അതായത് സെൽഫ് ഐഡിൽ ഗിയർ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു വണ്ടിയുടെ പ്ലേ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് ആണെങ്കിലും ചെറിയ രീതിയിലുണ്ട്. അത് ക്ലിയറൻസ് പ്ലേ ആണ്, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. ആ ഒരു ശബ്ദം ആരെങ്കിലും പറയാണ്ട് ആ ഭാഗങ്ങൾ അങ്ങ് ഒഴിവാക്കി വിടാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.